ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സാൻസൂയിയുടെ 32 ഇഞ്ച് LCD TV ആണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പവർ സപ്ലൈ ഡെഡ് ഫോൾട്ടാണ്. അതായത് പവർ ഫെയിലിയർ. ഇതാണ് ഇതിൻ്റെ SMPS. ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ബൂസ്റ്റ് കൺവെർട്ടറിൻ്റെ സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അതായത് ഈ കാണുന്ന ബൂസ്റ്റ് കൺവെർട്ടറിൻ്റെ ഭാഗം PFC പവർ സപ്ലൈ ആണ്. PFCയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതായത് ഈ പറഞ്ഞ ഇതിൽ ഒരു പല്ലി കയറി നിന്നിട്ട് മൊത്തം മെൽട്ടായിപ്പോയി. റെസിസ്റ്ററൊക്കെ കത്തിക്കരിഞ്ഞ് മെൽട്ടായിപ്പോയി. അപ്പോൾ ഞാനിതിൽ കുറച്ച് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇതിലെ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്ററൊക്കെ മാറ്റി, ഈ ഏരിയ ഒക്കെ മാറ്റി, ഇതിൻ്റെ സർക്യൂട്ട് എടുത്ത് ഇതെല്ലാം ചെക്ക് ചെയ്ത് പോയിട്ടുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ആവശ്യമുള്ള വോൾട്ടേജുകളെല്ലാം എല്ലാ ഏരിയയിലേക്കും കൊടുത്തു. നമുക്ക് കിട്ടിയത് ഈ IC കംപ്ലൈൻ്റ് ആയിരുന്നു. ആവശ്യമായ വോൾട്ടേജ് എല്ലാം കൊടുത്തിട്ടും IC വർക്ക് ചെയ്തില്ല. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് എടുത്തെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. ഈ ഒരു റെസിസ്റ്റർ ഓപ്പൺ ആയിരുന്നു. 0.27 ഓംസ് 0.27 ഓംസിൻ്റെ ഒരു ലോ വാല്യൂ ഗ്രൗണ്ടിലേക്ക് ഇടുന്നത് ഓപ്പണായി പോയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബക്ക് കൺവെർട്ടർ ഏരിയ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഈ റെസിസ്റ്റർ നമ്മൾ ഇട്ടതിന് ശേഷം പവർ സപ്ലൈ വർക്കായി. പക്ഷെ വർക്കായെങ്കിലും ഇപ്പോൾ കാണിച്ചു തരാം, കണക്ട് ചെയ്തിട്ടെല്ലാം കാണിച്ചു തരാം. ആ റെസിസ്റ്റർ മാത്രം ഇട്ട് ബക്ക് കൺവെർട്ടർ ഓൺ ആവാതെ നമ്മളതിനെ വർക്ക് ചെയ്യിച്ചെടുത്തു. ആ റെസിസ്റ്റർ ഇട്ടപ്പോൾ തന്നെ പവർ ഓണായി, സ്റ്റാൻഡ് ബൈ റിലീസായി, സ്റ്റാൻഡ് ബൈ ഒക്കെ ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ബക്ക് കൺവെർട്ടറല്ല ബൂസ്റ്റ് കൺവെർട്ടർ PFCയിലെ ബൂസ്റ്റാണ്, ബക്കല്ല. ഈ ബൂസ്റ്റ് കൺവെർട്ടർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ആംബിയർ കിട്ടുന്നില്ല. ബാക്ക് ലൈറ്റിലേക്ക് ആംബിയർ കിട്ടാതെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ കാണാം. ഇത് നമുക്ക് ഓണാക്കിയിട്ട് നോക്കാം. പവർ കൊടുത്തിട്ട് ഓണാക്കിയിട്ട് നോക്കാം. കണക്ഷൻ ബാക്ക് ലൈറ്റിനുള്ള കണക്ഷൻ കൊടുത്തു, മദർ ബോർഡിലേക്കുള്ള കൊടുത്തു. നമ്മൾ പവർ കൊടുത്തു നമുക്ക് കാണാം. ബാക്ക് ലൈറ്റ് വരുന്നത് ഈ ഹോളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും, ഓണാവുന്നത്. അതുപോലെ അതിൻ്റെ സൗണ്ട്, ലോഗോ വരുന്ന സൗണ്ടും വരും. ആ റെസിസ്റ്റർ മാത്രം ഇട്ടപ്പോൾ സംഗതി ഓണായി. ഇതാണ് അതിൻ്റെ മെയിൻ സ്ക്രീൻ ലോഗോ വന്നിട്ട് നിൽക്കുന്നൊരു കണ്ടീഷൻ. സാൻസൂയി എന്നുള്ളൊരു ലോഗോ വന്നിട്ട് ഓണായി. ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്ക് ലൈറ്റും ഒക്കെ കറക്റ്റാണ്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബൂസ്റ്റ് കൺവെർട്ടർ വർക്ക് ചെയ്തതുകൊണ്ട് ബൂസ്റ്റ് കൺവെർട്ടറിൻ്റെ വോൾട്ടേജ് കറക്റ്റ് ആവാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ഹീറ്റ് സിങ്ക്, അതായത് ബാക്ക് ലൈറ്റിൻ്റെ ഇതിലേക്ക് പോകുന്ന ആ ഒരു ഹീറ്റ് സിങ്ക് ഓവർ ഹീറ്റാവും. അപ്പോൾ ഈ ബൂസ്റ്റ് കൺവെർട്ടർ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണത് ഓവർ ഹീറ്റാവുന്നത്, ആംബിയർ കിട്ടാതെ വരുന്നത്. അപ്പോൾ ബൂസ്റ്റ് കൺവെർട്ടർ വർക്ക് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബൂസ്റ്റ് കൺവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. എങ്ങനെ മനസ്സിലാക്കാം നോക്കാം. PFC പവർ സപ്ലൈയുടെ ഒരു പ്രത്യേകതയാണിത്. എല്ലാ PFC പവർ സപ്ലൈ ഇങ്ങനെ തന്നെയാണ്. ബൂസ്റ്റ് കൺവെർട്ടർ വർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ ഈ കപ്പാസിറ്ററിൽ നമുക്ക് ഡയോഡിന്ന്, അതായത് നമ്മുടെ ബ്രിഡ്ജ് ഡയോഡിന്ന് വരുന്ന വോൾട്ടേജ്, നോർമൽ വരുന്ന വോൾട്ടേജ് സാധാരണ SMPSൻ്റെ PFC അല്ലാത്ത SMPSൻ്റെ അതേ വോൾട്ടേജ് ആയിരിക്കും. കാണാം.
വോൾട്ടേജ് ചെക്ക് ചെയ്യാം. 277 വോൾട്ടാണ് വരുന്നത്. നമ്മൾ പവർ സ്റ്റാൻഡ് ബൈ ഓണാക്കിയാലും ഓഫാക്കിയാലും സെയിം വോൾട്ടേജാണത്. ലൈൻ വോൾട്ടേജ് കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് 277, 78 ഒക്കെ വരുന്നത്. ഓണാക്കുന്ന സമയത്ത് ചെറിയൊരു ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. അത് ഡയോഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്, അതുകൊണ്ടാണ് ചെറിയൊരു ഫ്ലക്ച്വേഷൻ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓണാക്കുന്ന സമയത്ത് ബാക്ക് ലൈറ്റ് കാണാൻ നമുക്ക് ഓണാക്കുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി 390 വോൾട്ട് വരണം. പവർ ഓഫായിരിക്കുന്ന സമയത്ത് ഈ സാധാരണ നമ്മുടെ ബ്രിഡ്ജ് ഡയോഡ് കഴിഞ്ഞിട്ട് വരുന്ന സാധാരണ വോൾട്ടേജും 300 വോൾട്ടാണ് വരേണ്ടത്. 300 വോൾട്ടും ഓണായി കഴിഞ്ഞാൽ 390 വോൾട്ടും വരണം. അപ്പോൾ ഈ ബക്ക് കൺവെർട്ടർ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് ഈ 300 വോൾട്ട് വരാത്തത്. ഇതിന് നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു ടൈപ്പ് മോഡ്യൂൾ വാങ്ങാൻ കിട്ടും. ബൂസ്റ്റ് കൺവെർട്ടറിലേക്കുള്ള ഒരു മോഡ്യൂളാണിത്. ഇത് LCD MK66555C എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇത് കിട്ടാനില്ല. ആ ഒരവസ്ഥയിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു അവസ്ഥയിൽ ഈ TV വേണമെങ്കിൽ നമുക്ക് ബാക്ക് അഴിച്ചിട്ട് വേണമെങ്കിൽ സ്ട്രിപ്പ് മാറ്റി CCFL മാറ്റിയിട്ട് വേണമെങ്കിൽ LED സ്ട്രിപ്പോ അല്ലെങ്കിൽ അതിൻ്റെ കൺവെർട്ടർ ഉള്ളിലാണ്, കൺവെർട്ടർ ബിൽറ്റിനാണ്. ആ കൺവെർട്ടറിനെ നമുക്ക് വേണമെങ്കിൽ അഴിച്ച് മാറ്റം വരുത്തിയിട്ട് വേണമെങ്കിൽ സാധാരണ PFC അല്ലാത്ത പവർ സപ്ലൈയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇത് അഴിക്കാൻ പറ്റില്ല. കാരണം ഈ TVയുടെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാൻസൂഡിയാണ് അത്. ഇതിൻ്റെ കവർ അഴിച്ചു കഴിഞ്ഞാൽ പാനൽ ഫുള്ളി ഡാമേജ് ആയിപ്പോകും. LNG സ്ക്രൂ ആണ്, അതുകൊണ്ട് ഇത് അഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു മാർഗം കണ്ടത്, നമ്മുടെ കയ്യിൽ വേറൊരു പവർ സപ്ലൈ സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പവർ സപ്ലൈ, അതിൽ ബക്ക് കൺവെർട്ടർ ഒരു കോർണറിൽ, അതായത് ബക്ക് കൺവെർട്ടർ അല്ല ബൂസ്റ്റ് കൺവെർട്ടർ ഒരു കോർണറിൽ കിട്ടി. ഈ ബൂസ്റ്റ് കൺവെർട്ടറിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. പക്ഷേ ഈ TVയിൽ ഇത് വെക്കാനുള്ള സ്പേസ് ഇല്ല. ഈ ഒരു പവർ സപ്ലൈ ഫുള്ളായിട്ട് അതിനകത്തേക്ക് വെക്കാൻ പറ്റില്ല. വോൾട്ടേജുകൾ എടുത്ത് കൊടുത്താലും ശരിയാവില്ല. കാരണം അതിൻ്റെ കൺവെർട്ടറിൽ ഇൻവെർട്ടറിലേക്ക് ഒരുപാട് കണക്ഷൻസ് കൊണ്ട് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ, അതായത് ഈ ബൂസ്റ്റ് കൺവെർട്ടർ ഏരിയ, ഈ കാണുന്ന ഇത്രയും ഏരിയ ബൂസ്റ്റ് കൺവെർട്ടറാണ്. ഫസ്റ്റ് വരുന്ന പ്രൈമറി സ്റ്റേജിലെ PFCയിലെ ബൂസ്റ്റ് കൺവെർട്ടറാണ് ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ബ്ലേഡ് കട്ട് ചെയ്ത് അങ്ങനെ ഒരു കഷ്ണം ഇവിടുന്ന് ഇങ്ങനെ എടുക്കാനുള്ള പ്ലാനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ബൂസ്റ്റ് കൺവെർട്ടറിൻ്റെ ഇത് ഫസ്റ്റ് ബ്രിഡ്ജ് ഡയോഡ്, നമ്മുടെ സാധാരണ ബ്രിഡ്ജ് ഡയോഡ് കഴിഞ്ഞിട്ട് ഇത് ബ്രിഡ്ജിൻ്റെ പോസിറ്റീവിലേക്ക്, പോസിറ്റീവിൽ നിന്ന് നേരെ ഒരു ഡയോഡ് ഇട്ടിട്ട് പിന്നെ രണ്ട് ഡയോഡ്, അതായത് ഒന്ന് സീരീസ് ആക്കിയിട്ടിട്ട് നേരെ കപ്പാസിറ്ററിലേക്ക്, പിന്നെ ഫിൽറ്റർ കപ്പാസിറ്ററിലേക്ക്. അതുപോലെ തന്നെ ബൂസ്റ്റ് കൺവെർട്ടറിൻ്റെ കോയിലിൽ കൂടെ ഇപ്പുറത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ ഫെറ്റ് ഇരിക്കുന്ന സ്വിച്ചിങ്ങിൻ്റെ ഫെറ്റാണ്. ഈ ഫെറ്റ് വർക്ക് ചെയ്യുമ്പോൾ ബൂസ്റ്റ് ചെയ്യുന്ന വോൾട്ടേജ് നേരെ ഈ കപ്പാസിറ്ററിലേക്ക് വരും. അപ്പോൾ അത് ഓണാക്കാൻ വരുന്ന ഈ എനേബിൾ വോൾട്ടേജാണ് ഈ വരുന്നത്. ഈ പറയുന്ന ഓപ്റ്റോ കപ്ലർ നമ്മളിവിടെ സ്വിച്ച് ഓൺ കൊടുക്കുമ്പോൾ ഈ ഓപ്റ്റോ കപ്ലറിൽ കൂടെ വന്നിട്ട് ഈ ഓക്സിലറി പവർ, ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻഡ് ബൈയുടെ ഒരു SMPS ആണ് ഇത്, ചെറുത് ഫസ്റ്റ് വരുന്നത്. ഇതിൽ നിന്നൊരു 24 വോൾട്ട് വന്നിട്ടാണ് ഈ ഓപ്റ്റോ കപ്ലറിനെ ഓണാക്കാനുള്ള 5 വോൾട്ട് കൊടുക്കുന്നത്. 5 വോൾട്ട് വന്നിട്ട് ഈ ഓപ്റ്റോ കപ്ലർ ഈ ഒരു ഫെറ്റ് വഴി ഈ 24 വോൾട്ടിന്, അതായത് ഓക്സിലറി SMPSൻ്റെ ഫസ്റ്റ് SMPS ഓക്സിലറിയിൽ നിന്ന് നേരെ ഈ ICനെ ഓൺ ചെയ്യും. ആ ICനെ ഓൺ ചെയ്യും. അതുപോലെ തന്നെ അതേ വോൾട്ടേജ് തന്നെ ഇതിൻ്റെ മെയിൻ SMPSനെ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ വരുന്ന വോൾട്ടേജ് ഓക്സിലറി ഫസ്റ്റ് SMPSൻ്റെ ഓക്സിലറി 24 വോൾട്ട് ഇതിനെ ഓൺ ചെയ്യും. അങ്ങനെയാണ് ഈ പവർ സപ്ലൈയുടെ വർക്കിംഗ്. ഈ മെയിൻ SMPS ട്രാൻസ്ഫോമറും വർക്ക് ചെയ്യും.
അതിനൊപ്പം തന്നെ ബൂസ്റ്റ് കൺവെർട്ടറും കൂടെ എനേബിൾ ആക്കുന്ന വോൾട്ടേജാണത്. അപ്പോൾ നമ്മൾ ഈ ഒരു വോൾട്ടേജ്, ഈ എനേബിൾ ആക്കുന്ന വോൾട്ടേജിനെ നമ്മൾ മറ്റേ ബോർഡിൽ നിന്ന് എടുത്ത് കൊടുക്കണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ കൊടുക്കാം. ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. ആക്സ ബ്ലേഡ് കൊണ്ട് ഇതിലെങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഈ ബ്രിഡ്ജ് ഡയോഡിനെ ഊരി കളഞ്ഞിട്ട് നേരെ ഇതിലെ കട്ട് ചെയ്യാം. ഇതിലെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് ഈ ഒരു കപ്പാസിറ്റർ ഒഴിവാക്കി അപ്പുറത്തെ കപ്പാസിറ്റർ അവിടെ വെച്ചുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഫിൽറ്റർ നമ്മൾ നേരത്തെ തന്നെ ഊരി മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നോക്കാം. കട്ട് ചെയ്തു. ആക്സ ബ്ലേഡും കൊണ്ട് ഇത് കട്ട് ചെയ്തെടുത്തു. ഈ ഒരു പീസ് ഇവിടുന്ന് റിമൂവ് ചെയ്തു. കണക്ഷൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കണക്ഷൻ മനസ്സിലാവും. ഇതിനെ നമ്മൾ നമ്മുടെ ബൂസ്റ്റ് കൺവെർട്ടർ വർക്ക് ചെയ്യാത്ത പവർ സപ്ലൈയിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് സ്പേസ് ഇല്ലെങ്കിലും ഈ ഒരു ഏരിയ നമുക്ക് ഇതെവിടെയും നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ സ്ക്രൂ ചെയ്തിട്ടൊക്കെ പിടിപ്പിക്കാം. അങ്ങനെ പിടിപ്പിച്ച് വെച്ചുകൊണ്ട് നമുക്ക് കവർ അടയ്ക്കാനും പറ്റും. അപ്പോൾ സ്പേസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡിൽ പിടിപ്പിച്ച് വെക്കാം. പിടിപ്പിച്ച് വെച്ചാൽ ഇത് ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യും. ഇതിൽ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൂസ്റ്റ് കൺവെർട്ടറിൻ്റെ ഈ ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ ഡയോഡും അതുപോലെ സ്വിച്ചിങ് ഫെറ്റും സ്വിച്ചിങ്ങിനുള്ള ഫെറ്റും ഡയോഡൊക്കെ ഊരി മാറ്റി കംപ്ലീറ്റായിട്ട് ഊരി മാറ്റി. അതൊക്കെ കണക്ഷൻ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വല്ല ഷോർട്ടൊക്കെ ആയി കഴിഞ്ഞാൽ പ്രശ്നം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ വേറെ ഇതിനിലേക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്ത് ഊരി മാറ്റി ഊരിയെടുക്കുക. ഇവിടെയാണ് ആ ലെഗ്. ഇതപ്പുറത്തെ സ്വിച്ചിങ്ങിൻ്റെ ഫെറ്റ്. ആദ്യം തന്നെ നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെ ലെഗ് സോൾവ് ചെയ്ത് മാറ്റാം. ഊരിയെടുക്കുക. ആ ഡയോഡാണ് ഫസ്റ്റ് വരുന്നത്. ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയോഡ് വഴിയാണ് ഫിൽറ്ററിലേക്ക് പോകുന്നത്. മെയിൻ ഫിൽറ്ററിലേക്ക് പോകണ ബൂസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡയോഡ്. ഈ ഡയോഡ് ആ ഡയോഡ് എടുത്ത് മാറ്റി. അതുപോലെ തന്നെ ഈ സ്വിച്ചിങ്ങിൻ്റെ ഫെറ്റ്, ബൂസ്റ്റ് കൺവെർട്ടറിൻ്റെ സ്വിച്ചിങ്ങിൻ്റെ ഫെറ്റ് അത് ഊരി മാറ്റുക. ഊരി മാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇത് അതിലേക്ക് കണക്ട് ചെയ്യണം. ഇതിപ്പോൾ ഏത് PFC പവർ സപ്ലൈക്കും നമുക്ക് ബൂസ്റ്റ് കൺവെർട്ടർ ഇതുപോലെ മോഡ്യൂൾ കിട്ടിയില്ലെങ്കിൽ, മോഡ്യൂൾ കിട്ടാനില്ലത് അത് മാർക്കറ്റിൽ വന്നിരുന്നതാണ്. മെയിൻ SMPSൻ്റെ മോഡ്യൂൾ കിട്ടി, പക്ഷേ ബൂസ്റ്റ് കൺവെർട്ടറിൻ്റെ മോഡ്യൂൾ കിട്ടിയില്ല. ഇതിൽ നിന്ന് വരുന്ന ഈ 24 വോൾട്ടാണ് എനേബിൾ വോൾട്ടേജ്. അതിന് നമുക്ക് ഒരു ജമ്പർ ഇട്ട് അങ്ങോട്ട് പോകണ്ട. അതിനെ നമുക്ക് ആ ജമ്പർ ഊരിക്കളയാം. കാരണം ഈ 24 വോൾട്ട് പോയിട്ട് പിന്നീട് അവിടെ എന്തെങ്കിലും കമ്പോണൻറ്റ് ഷോർട്ടായാൽ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതിനെ നമുക്ക് ഫ്രീ ആക്കി നിർത്താം. എനേബിൾ വോൾട്ടേജാണത്. എനേബിൾ വോൾട്ടേജിനെ ഫ്രീ ആക്കി നിർത്താം. നമ്മൾ വയറിട്ടിട്ട് ഈ എനേബിളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ എനേബിൾ വോൾട്ടേജ് കൊടുക്കണം. നല്ലത് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുമ്പോൾ അവിടെ 24 വോൾട്ട് വരും. 18, 16, 17, 24 വോൾട്ട് വരെ വരും. ചിലതിൽ 15 വോൾട്ട് വരും, ചിലതിൽ 14 വോൾട്ട് വരും. മിനിമം 14 വരുന്നുണ്ട്, 24 വോൾട്ട് വരെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജമ്പറിനെ നമ്മൾ ഊരി മാറ്റി, ജമ്പർ ഊരി എടുത്തിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മറ്റുള്ള ഇതാണ് 24 വോൾട്ട് വരുന്ന പോയിൻ്റ്. ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതിലിപ്പോൾ നമ്മളിവിടെ പവർ സപ്ലൈ ഓൺ എനേബിൾ വോൾട്ടേജ്, അതായത് പവർ ഓൺ ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. 5 വോൾട്ടിൽ നിന്ന് ഷോർട്ട് ചെയ്ത് വെച്ചേക്കണം.
5 വോൾട്ട് ടു പവർ ഓൺ. അവിടുന്ന് നേരെ ഓപ്റ്റോ വർക്ക് ചെയ്തിട്ട് 24 വോൾട്ട് ഈ പോയിന്റിലേക്ക് വരും, എനേബിൾ വോൾട്ടേജ്. അത് ആദ്യം നമ്മുടെ ഈ ICക്ക് വർക്കിംഗ് വോൾട്ടേജ്, എനേബിൾ വോൾട്ടേജ് പോയിരുന്നതാണ്. ഇത് നമ്മൾ ജമ്പർ ഊരി ഫ്രീ ആക്കി നിർത്തിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇത് ഡയോഡിൽ നിന്ന് ബൂസ്റ്റായിട്ട് പോയി ഫിൽറ്ററിലേക്ക്, മെയിൻ ഫിൽറ്ററിലേക്ക് പോണ ലൈൻ. അപ്പോൾ ഈ ലൈനൊക്കെ ഒന്ന് ഓർമ്മ വെച്ചിട്ട് നമ്മൾ ബൂസ്റ്റ് കൺവെർട്ടർ മുറിച്ചെടുത്ത ബൂസ്റ്റ് കൺവെർട്ടർ ഏതിൻ്റെ മുറിച്ചെടുക്കാം. ഒരു കോർണർ കിട്ടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതിൽ വയറിട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ വയർ എനേബിൾ വോൾട്ടേജ് നേരത്തെ ഞാൻ കാണിച്ചു തന്നായിരുന്നില്ല. എനേബിൾ വോൾട്ടേജ് വരുന്ന ഓപ്റ്റോ കപ്ലറിൽ നിന്ന് ഒരു ഫെറ്റിൽ നിന്ന് സ്വിച്ചിങ് ആയിട്ട് വരുന്ന എനേബിൾ വോൾട്ടേജ്. ഈ എനേബിൾ വോൾട്ടേജ് നമ്മുടെ ഈ ബോർഡിൽ ഇവിടെ നമ്മൾ ജമ്പർ ഊരി മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എനേബിളായിട്ട് വരുന്ന വോൾട്ടേജിനെ നമ്മൾ സ്റ്റാൻഡ് ബൈ ഓൺ ആകുമ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ എനേബിൾ വോൾട്ടേജ് 24 വോൾട്ട് അല്ലെങ്കിൽ 14 വോൾട്ട് വന്ന് നിൽക്കും. അതിനെ ഇതിലേക്ക് എടുത്ത് കൊടുക്കും, ഇതിനെ എനേബിൾ ആക്കാൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫിൽറ്റർ അവിടെ തന്നെ ഉണ്ട്, ഒരു കപ്പാസിറ്റർ, അതും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫിൽറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫിൽറ്റർ ഓൾറെഡി അതിൽ ഫിൽറ്റർ ഉണ്ടാവും ബോർഡിൽ. എങ്കിൽ തന്നെ അവിടെ ഒരു ഫിൽറ്റർ ഉള്ളതിനെ കൂട്ടി കണക്ഷൻ കൊടുക്കാം. വയറിടുമ്പോൾ നീളത്തിലിടുക, ലൊക്കേഷനിൽ വെക്കാം. വയർ ചെറുതായി പോയാൽ പിന്നെ നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുമ്പോൾ വയർ മാറ്റേണ്ടതായിട്ട് വരും. ലെങ്ത്ത് കൂട്ടിയിടുക, ബോർഡ് വെക്കുന്ന ഒരു പൊസിഷൻ നോക്കിയിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ട് സോൾഡർ ചെയ്യണം. അതിലേക്ക് സോൾഡർ ചെയ്ത് ആ കപ്പാസിറ്ററും ചേർത്ത് അവിടെ ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുത്തു. കപ്പാസിറ്ററിൻ്റെ ഫിൽറ്ററിങ് കൂടെ കിട്ടിയിട്ട് ഇതിനെ നമുക്ക് എനേബിളിലേക്കാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ കൊടുക്കണില്ല, കാരണം നമുക്ക് ചെക്ക് ചെയ്യാം. ബാക്കിയുള്ള കണക്ഷനൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് കൊടുത്ത് ചെക്ക് ചെയ്യാം. ബൂസ്റ്റ് ആവുണ്ടോ ഇല്ലയോ എന്ന് നോക്കണമല്ലോ. മറ്റുള്ള വയറുകൾ കണക്ഷൻ കൊടുക്കാം. ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ കഴിഞ്ഞിട്ട് വരുന്ന പോസിറ്റീവ്, മെയിൻ ഫസ്റ്റ് പോസിറ്റീവ് എടുത്തിട്ട് ഇത് ബൂസ്റ്റായിട്ട് വരുന്ന വോൾട്ടേജ്, അതായത് നേരെ ഡയോഡ് വഴി വന്നിട്ട് ഇവിടുന്ന് ബൂസ്റ്റായതിനു ശേഷം 390 വോൾട്ടിലേക്ക് ബൂസ്റ്റായതിനു ശേഷം വരേണ്ട വോൾട്ടേജ്. അതായത് ആദ്യം ഈ ബോർഡിലിരുന്ന ഫിൽറ്ററിൻ്റെ 2 ലെഗാണ്, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്. അത് എനേബിൾ വോൾട്ടേജ്. ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ. എനേബിൾ വോൾട്ടേജും ഒരു പോസിറ്റീവ് മെയിൻ ബ്രിഡ്ജ് റെക്ടിഫയറിന് വരുന്നത്, പിന്നെ ഇതിൻ്റെ ഫിൽറ്റർ, അത് എനേബിൾ വോൾട്ടേജ്. സ്വിച്ചിങ് ആയിട്ട് വരുന്ന എനേബിൾ വോൾട്ടേജ് നമുക്ക് ഇതിലേക്ക് കൊടുക്കണം. ആദ്യം സോൾഡർ ചെയ്ത് വെച്ച വയറിലേക്ക് കൊടുക്കണം. ഇതിലേക്ക് ഈ ICക്ക് ഓൺ ആവാനുണ്ടെങ്കിൽ പിന്നെ ഇത് പോസിറ്റീവ് മെയിൻ ഫസ്റ്റ് വരുന്ന, ഇത് നെഗറ്റീവ് ഫിൽറ്ററിൻ്റെ നെഗറ്റീവ്, മെയിൻ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഈ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നോർമലി സ്റ്റാൻഡ് ബൈ ഓൺ ആവാത്ത സമയത്ത് 270-300 വോൾട്ടിൻ്റെ അടുത്ത് വരും സ്റ്റാൻഡ് ബൈ ഓൺ ആക്കാൻ. എനേബിൾ വോൾട്ടേജ് വന്നാൽ ആ 300 വോൾട്ട് ത്രൂ ഔട്ട് 390 ബൂസ്റ്റ് ആവണം. അതാണ് PFCയുടെ പ്രത്യേകത. PFC പവർ സപ്ലൈ എന്ന് പറയുന്നത് അതാണ്. നിലവിൽ നോർമൽ വോൾട്ടേജിൽ നിൽക്കുന്നത് ബൂസ്റ്റായിട്ട് 390 വോൾട്ടിലേക്ക് വരണം. അത് പിന്നെ നമ്മൾ വിജയിച്ചു. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, പിന്നെ TV ഓക്കെ ആവും. പിന്നെ ഫെറ്റൊക്കെ കറക്റ്റ് ആംബിയർ കിട്ടും. ആ ആംബിയർ കിട്ടിയില്ലെങ്കിലാണ് ഹീറ്റ് ആവുക, അങ്ങനെയുള്ള കുഴപ്പങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് നെഗറ്റീവ് വോൾട്ടേജ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ മെയിൻ നെഗറ്റീവ് എടുത്ത് കൊടുക്കുക. മെയിൻ നെഗറ്റീവ് കൊടുക്കുക. ഏത് പവർ സപ്ലൈക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കോർണറിൽ നമുക്ക് ബൂസ്റ്റ് കൺവെർട്ടർ കിട്ടി കഴിഞ്ഞാൽ, ഇത് മോഡുകൾ കിട്ടിയില്ലെങ്കിൽ ഇത് പോസിറ്റീവിനെ അടുത്ത് ഇവിടുത്തെ മെയിൻ ഫിൽറ്ററിലേക്ക്, അതായത് ഡയോഡ് കഴിഞ്ഞിട്ട് വരുന്ന അതിൽ കൊടുത്താൽ മതി. ഇതാണ് മെയിൻ ഫിൽറ്ററിൻ്റെ പോസിറ്റീവ്. ഇതിലെ ഇങ്ങോട്ട് കണക്ഷൻ പോണത് SMPSലേക്കൊക്കെ പോകണത്. നോർമലി ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ബൈ ഓഫ് പൊസിഷനിൽ 300 വോൾട്ട് വരും.
ഇതിപ്പോൾ ഇവിടെ കൊടുക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബൂസ്റ്റായിട്ട് അവിടെ 390 വോൾട്ട് വരണം, 395 വരും. അപ്പോഴാണ് PFCയുടെ പവർ ഫാക്ടർ കറപ്ഷൻ എന്ന് പറഞ്ഞ സംഭവമാണിത്. ഫ്ലക്ച്വേഷൻ, ലൈൻ ഫ്ലക്ച്വേഷൻ ബാധിക്കില്ല. അതിന് റെഫറൻസ് റെസിസ്റ്റർ കൊടുത്തിട്ട് വോൾട്ടേജ് പറഞ്ഞാൽ ഈ ബൂസ്റ്റിംഗ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. 390 വോൾട്ട്, ലൈനിലെ ഫ്ലക്ച്വേഷൻ ബാധിക്കില്ല. അതുപോലെ തന്നെ ആംബിയറും കിട്ടും. അതിനാണ് PFC പവർ സപ്ലൈ ഇപ്പോൾ വരുന്നത്. എഫിഷ്യൻസി കൂടുതലാണ് ഇതിന്. വോൾട്ടേജ് ലോഡ് കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആംബിയർ കൂടുതൽ കിട്ടും, എഫിഷ്യൻസി കൂടും. ലൈനിലെ പവർ ഫാക്ടർ എറർ PFC എന്ന് പറഞ്ഞ പവർ ഫാക്ടർ കറപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരുന്ന ടെക്നോളജിയാണത്. അതാണ് PFC പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഒരു SMPS എക്സ്ട്രാ ബൂസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സാധാരണ 300 വോൾട്ടിനെ ബൂസ്റ്റ് ചെയ്തിട്ട് 390 ആക്കി മാറ്റി അതിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്ന ഒരു പരിപാടിയാണ് ഈ സംഭവം. ഇതിപ്പോൾ വയറെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞിട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ എനേബിൾ വോൾട്ടേജ് മാത്രം കൊടുത്തിട്ടില്ല. ഇവിടെ വോൾട്ടേജ് 292. ഇപ്പോൾ ലൈൻ വോൾട്ടേജ് കുറച്ച് കൂടുതലുണ്ട്, 300 വോൾട്ട് ആവാൻ പോവാണ്. ലൈനിലെ ഫ്ലക്ച്വേഷൻ അവിടെ ബാധിക്കും. ആ സമയം നമ്മളുടെ PFC വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ലൈൻ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരില്ല. അവിടെ റെഫറൻസ് റെസിസ്റ്റർ ഉണ്ട്. അതിനെ നമ്മുടെ ഈ സ്വിച്ചിങ്ങിൻ്റെ PWM ICയുടെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ IC അതിനാണ് അതിൽ വെച്ചിട്ടുള്ള റെഫറൻസ് അനുസരിച്ച് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, വേരിയേഷന് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഞാൻ കൊടുത്തു വെക്കാം വോൾട്ടേജ്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവിലും ഒരു ലെഗ് പോസിറ്റീവിലും ഈ 14 വോൾട്ട് വരുന്നുണ്ടോ നോക്കണം. അപ്പോൾ എനേബിൾ വോൾട്ടേജ് 15 വോൾട്ട് വരുന്നുണ്ട്. ഫോൺ സ്റ്റാൻഡ് ബൈ റിലീസാക്കുക 15 വോൾട്ട്. ഇതാണ് എനേബിൾ വോൾട്ടേജ്. അത് നമുക്ക് അങ്ങോട്ട് വരണം. നമ്മൾ ആദ്യം കൊടുത്ത് വെച്ചിരുന്ന വയറെടുത്ത് ഇപ്പോൾ ലൈൻ വോൾട്ടേജ് നോക്കുക 283 വോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് എനേബിളാക്കി നോക്കാം. എനേബിൾ കൊടുക്കാൻ പോവാണ്. 16 വോൾട്ടാണ് വരുന്നത് എനേബിൾ വോൾട്ടേജ്. നമ്മളവിടെ സ്വിച്ച് ഓണാക്കിയാണ് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ഷോർട്ട് ആക്കുന്നത് എനേബിൾ വോൾട്ടേജ് ഇതിലേക്ക് കൊടുക്കുമ്പോൾ വോൾട്ടേജ് വ്യത്യാസം നോക്കാം. 393 വോൾട്ട് കൊടുക്കും. നോക്കണ്ട, ബൂസ്റ്റ് ആവുന്നുണ്ടത്. ബൂസ്റ്റായി കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇതാ 393 വോൾട്ട്. ബൂസ്റ്റ് കൺവെർട്ടർ എനേബിൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുന്നതാണ്. 392, 93 ആണ്. അതായത് 300 നിന്ന് 90, 95 വോൾട്ടായിട്ട് ബൂസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ബൂസ്റ്റ് കൺവെർട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയി. കോർണറൊക്കെ നോക്കി ഒന്ന് കോർണറിലൊക്കെ സ്പേസ് നോക്കി അതിനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. കൺവെർട്ടറിൻ്റെ ബൂസ്റ്റ് കൺവെർട്ടറിൻ്റെ ഇത് കിട്ടാത്തൊരവസ്ഥയിൽ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ചില മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ട് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. അപ്പോൾ സ്ക്രാപ്പ് കിടക്കുന്നൊന്നും കളയണ്ട. ഇങ്ങനത്തെ ചില സിറ്റുവേഷൻ വന്നാൽ ഇത് കുറച്ച് നാളായി ഇപ്പോൾ ഇവിടെ ഇരിക്കണം. അപ്പോൾ പാർട്ടി തിരക്ക് പിടിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു ഐഡിയ എടുക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് അതിൻ്റെ മോഡ്യൂളിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് കിട്ടിയില്ല, ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതുപോലുള്ള ചില സംഭവങ്ങൾ നമുക്ക് ഉപകാരപ്രദമാവും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.